ഒന്നും സാധിക്കില്ല. മാവേലി സ്റ്റോറുകളിൽ കാലിയായ റേക്കുകളിൽ പേരെഴുതിയ ബോർഡ് മാത്രമാണ് ഇന്നുള്ളത്. ആകെയുണ്ടായിരുന്ന ബജറ്റ് പ്രതീക്ഷയും അസ്ഥാനത്തായതോടെ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് സപ്ലൈകോ. വിൽപ്പന തീരെ കുറഞ്ഞ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടാനാണ് തീരുമാനം. സർക്കാർ നൽകാനുള്ള പണം പോലും കിട്ടാതായതോടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ബോർഡ് യോഗം കൂടിയാണ് വിൽപ്പന കുറവുള്ള മാവേലി സ്റ്റോറുകൾ പൂട്ടാൻ തീരുമാനിച്ചത്. ഇക്കാര്യം ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട്. ഓരോ മാവേലി സ്റ്റോറിന്റെയും കണക്കെടുക്കുകയാണ് ഇപ്പോൾ. 10 കോടി വരെ പ്രതിദിന വിറ്റുവരവ് നടന്ന സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഇപ്പോൾ 2 മുതൽ 2.25 കോടി വരെയാണ് കച്ചവടം നടക്കുന്നത്. ആകെ 1630 ഔട്ട്ലെറ്റുകൾ മാത്രമാണുള്ളത്. സൂപ്പർ മാർക്കറ്റുകൾ പുതുതായി ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ മാളുകളിൽ ഔട്ട്ലെറ്റുകൾ തുടങ്ങാനും സപ്ലൈകോക്ക് പദ്ധതിയുണ്ട്. സംസ്ഥാനത്തെ ബജറ്റിൽ സപ്ലൈകോക്ക് 10 കോടി രൂപ മാത്രമാണ് അനുവദിച്ചിരുന്നത്. എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് ഇനി മാവേലി സ്റ്റോറുകൾ